അനന്തപഥത്തിലേക്ക് സ്വാഗതം. തൊടുപുഴ നഗരത്തിൻ്റെ ആരവങ്ങളിൽ നിന്നും അല്പം മാറി ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന ഒരത്ഭുതമുണ്ട്. പ്രകൃതിയും ദൈവീകതയും കരം കോർക്കുന്നൊരിടം. അതാണ് ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മനസ്സിന് ഒരു തണൽ തേടുന്നവർക്കായി ഇതാ പ്രകൃതിയുടെ സ്വന്തം മടിത്തട്ട് നിങ്ങളെ കാത്തിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 500 അടി ഉയരത്തിൽ ഒരു കൂറ്റൻ പാറപ്പുറത്ത് ഈ ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു. ഇവിടുത്തെ പാറമുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ തൊടുപുഴ പട്ടണം ഒരു കൊച്ചു ചിത്രം പോലെ നമുക്ക് മുന്നിൽ വിരിയുന്നു. കോടമഞ്ഞ് പുതച്ച മലനിരകളും മലമുകളിലെ തണുത്ത കാറ്റും ഇതെല്ലാം ചേർന്ന് ഒരു മാന്ത്രിക അനുഭൂതിയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും നൽകുന്നത്. ഏത് തിരക്കേറിയ ദിനത്തിലും ഇവിടെ എത്തിയാൽ ആശ്വാസത്തിൻ്റെ ഒരു തണുപ്പ് നമ്മളിൽ നിറയുന്നതറിയാം. ഈ പാറകൾക്ക് പറയാൻ കഥകളേറെയുണ്ട്. ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വലിയൊരു ചരിത്രം തന്നെ ഈ മലമുകളിൽ ഉറങ്ങുന്നുണ്ട്. പണ്ട് വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ തങ്ങിയിരുന്നു എന്നാണ് വിശ്വാസം. പാണ്ഡവർ തങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പ് എന്ന് വിശ്വസിക്കപ്പെടുന്ന 3 വലിയ കല്ലുകൾ ഇന്നും ഇവിടെ ഭക്തർക്ക് കാണാം. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഭീമന്റെ കരുത്തിന്റെ അടയാളമാണ്. കഠിനമായ വേനലിൽ ദാഹിച്ചു വലഞ്ഞ പാണ്ഡവർക്കായി ഭീമൻ തൻ്റെ പാദം കൊണ്ട് പാറയിൽ ശക്തിയോടെ ചവിട്ടി. അന്ന് പിളർന്ന ആ പാറയിൽ നിന്ന് തെളിഞ്ഞ ഉറവ, അതാണ് ഈ ക്ഷേത്രത്തിന്റെ പേരിനും കാരണമായത്. ഏത് കൊടും വേനലിലും വറ്റാത്ത, ഇന്നും ഭക്തർക്ക് ദാഹജലം നൽകുന്ന ആ അത്ഭുതം അവിശ്വസനീയമല്ലേ? പാണ്ഡവർ തൊട്ടെറിഞ്ഞ മണ്ണും ഭീമൻ തീർത്ത കുളവും കോടമഞ്ഞിന്റെ തണുപ്പും ആസ്വദിക്കാൻ, ആകാശക്കാഴ്ചകളുടെ വിസ്മയം നേരിൽ കാണാൻ തൊടുപുഴയുടെ സ്വന്തം ഉറവപ്പാറയിലേക്ക് ഒരിക്കലെങ്കിലും വരണം. ഇതൊരു വെറും യാത്രയല്ല, ചരിത്രത്തിലേക്കും വിശ്വാസത്തിലേക്കും പ്രകൃതിയിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്കാണ്. ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വിശ്വാസവും പ്രകൃതിയും ഒന്നിക്കുന്നൊരിടം. തീർച്ചയായും നിങ്ങളുടെ അടുത്ത യാത്ര ഉറവപ്പാറയിലേക്കാവട്ടെ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം.